ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും വന്നേക്കാണ് ബസ് സിമുലേറ്റർ കേരളയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്ന് വെറുതെ KSRTC ഓടിക്കാൻ വേണ്ടി പോവാണ്. ഇത് മറ്റേ KSRTC സൂപ്പർ ഫാസ്റ്റ് അശോക ലൈലൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ഇന്ന് ഈ വണ്ടി ഓടിക്കാൻ പോണത്. ചെയ്സേ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇട്ടോ. എടാ ഈ വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല. അയ്യോ അത് ശരിയാണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അണ്ണൻ വണ്ടി ഓടിച്ചല്ലേ ശരിയാവത്തില്ല. അത് ശരിയാ, അണ്ണൻ വണ്ടി ഓടിച്ചാൽ ശരിയാവത്തില്ല. അതിന് വേണ്ടി ഞാൻ വേണം. അമ്പടാ നീ വേണ്ട, ഞാനാണ് ബെറ്റർ. അത് നീ ഓർത്ത് വെച്ചോ. രണ്ടെണ്ണം രണ്ടിക്കാൻ പറ്റുമോ? ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ മതി, അപ്പോഴേക്കും വഴക്കുണ്ടാക്കും. നമ്മുടെ വണ്ടി ഇവിടെ നൈസായിട്ട് പെട്ടു. നമ്മൾ KSRTC ഡ്രൈവർമാർക്ക് ഇതൊന്നും വിഷയമല്ല. പക്ഷെ വണ്ടി ഇവിടെ നനങ്ങളില്ലല്ലോ. വണ്ടി നമ്മുടെ പെട്ടാ അങ്ങനൊന്നും പെടൂല. നമ്മളിവിടെ പെട്ട് നമുക്ക് ഇതിൽ കൂടെ അല്ലേ പോകണ്ട, അതിൽ കൂടെ പോകണ്ടേ. നമുക്ക് എവിടെ വണ്ടി അടച്ചിട്ട് ഒന്ന് ഞാനിപ്പോൾ എന്തിനാ ക്യാമറ ആംഗിൾ മാറ്റിയേ, അത്രേ ഉള്ളൂ. അണ്ണാ നല്ല ഗെയിം പ്ലേ ആണല്ലോ. നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ ഇടിക്കാറൊന്നുമില്ല. മാർഷിൽ ഒരുപാട് വട്ടം അടിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് വട്ടം മാത്രമേ ഇടിച്ചിട്ടുള്ളൂ. ഇതേ ഇവിടെ വലിയൊരു ബ്ലോക്ക് ഉണ്ടല്ലോ. ആ KSRTC നമ്മൾ ഇടിക്കാൻ പോയി, പറ്റിയില്ല. അണ്ണാ അയാളും സൂപ്പർ ഫാസ്റ്റ് ആണോ? അത് ശരിയാ, അയാളും സൂപ്പർ ഫാസ്റ്റാ. അയ്യോ മാറിക്കടന്ന കാറുകാരെ നമ്മളിവിടെ കത്തിച്ചു വിടാണോ. നമ്മൾ 100 കടന്നാ. അയ്യോ മുന്നേ കാറാണ്. അമ്മ ഇടിച്ചു. ഒന്നുമില്ല, ആ ചേട്ടൻ നമ്മളൊന്നും പറഞ്ഞില്ല. ഇവ പറഞ്ഞാലും നമുക്ക് വിഷയമില്ല. നമുക്ക് എവിടെ നിന്ന് എടുക്കാട്ടെ, അല്ലെങ്കിൽ ആൾ പിശകും. ആളെന്നിട്ട് BSK ഫുഡ് സർവീസ്. അവർ ഫുഡ് സർവീസുകാരാ, വിട്ടേക്കാം. ഓക്കെ. അവിടെ വണ്ടി മറിഞ്ഞ്. അത് പിന്നെ എങ്ങനെയാണല്ലോ, മറ്റേ അതൊക്കെ ഓടിച്ചില്ലെങ്കിൽ ഇവിടെ വണ്ടി മറിയും. അതിവിടെ സ്വാഭാവിക. എല്ലാ വണ്ടികളും ഓപ്പോസിറ്റ് സൈഡ് ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. അണ്ണാ നമുക്കിതിൽ കൂടെ എങ്ങനെ റാഷ് ഡ്രൈവിങ് ചെയ്യാൻ പോണ്? റാഷ് ഡ്രൈവിങ്ങാ? അതെന്തായാലും കൊള്ളാം. ഞാൻ എന്തായാലും അവിടെ ഫുള്ള് റാഷ് ഡ്രൈവിങ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയേ സൈഡിലത്തെ ആൾക്കാർ കയറി പൊക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കയറി പോകാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ ആൾക്കാരെ മൊത്തം പോയിട്ടില്ല. നമുക്ക് മുന്നിൽ കയറി പോയാലോ? ഇങ്ങനെ ട്രക്കാരും കൂടെ പോറ്റേ. മുമ്പിൽ ഓപ്പോസിറ്റ് വണ്ടിയിൽ നിന്ന് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഇവന്മാർ പോകുമ്പോഴേക്കും രാത്രിയാവും, അതുകൊണ്ട് കുറച്ച് നേരം എല്ലാവരും വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ അങ്ങനെ വണ്ടികൾ പോയിക്കാണ്. നമുക്കിനി വേഗം പോവാം. ഓടിച്ചു നമ്മൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് മുന്നിൽ പോകണം. കയറാ. കയറങ്ങൾ അത്രേ ഉള്ളൂ. മുമ്പിൽ JCB കാരൻ വരുന്നുണ്ട്. നമുക്ക് ആള് എത്തണ മുമ്പ് കൊടുക്കാം. മറ്റേ വണ്ടിയാണ് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ദോസ്തിൻ്റെ. എനിക്കിപ്പോൾ വണ്ടി ഇഷ്ടമല്ല, ഗെയിമിൽ ഇഷ്ടമല്ല, റിയൽ ലൈഫിൽ ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഒരു പോളിസി. എന്തൊട്ട് പോളിസി? അണ്ണൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിക്ക്, എന്നിട്ട് മതി പോളിസി ഒക്കെ. അങ്ങനൊന്നുമില്ല. ഇവിടെ ഇപ്പം എങ്ങനെ വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, നമ്മളെ ആ ബസ്സുകാരൻ്റെ അവരെ കയറ്റി, എന്നിട്ട് ആൾ നമ്മളെ ഒന്നും പറഞ്ഞില്ല. ആളെപ്പോഴാ പറയാന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞ ശരിയാ. ആളെ നമ്മളൊന്നും പറയണ്ടേ? ഇതിപ്പോൾ എന്നെ ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിലും ആൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ KSRTC ഡ്രൈവർമാരാ. ഓക്കെ, മുമ്പിലൊരു KSRTC ഉണ്ട്. അണ്ണാ അവന്മാരും KSRTC ഡ്രൈവറിനെ. അതന്നെ, അവന്മാരും KSRTC ഡ്രൈവറാ. KSRTC മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അയ്യോ ഇന്ന് KSRTC പറഞ്ഞു. രക്ഷപ്പെട്ടില്ല. ആ സ്വിഫ്റ്റുകാരൻ നമ്മളാ സ്വിഫ്റ്റുകാരനെ പോയി ഇടിച്ചു. അയാൾ നമ്മളടിച്ചതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം KSRTC അല്ലേ. അപ്പം അണ്ണൻ്റെ വണ്ടി എന്താ? എൻ്റെ വണ്ടിയും KSRTC തന്നെ. പക്ഷെ ആൾ കുറച്ച് മാന്യമായ രീതിയിലാണ് ഓടിക്കുന്നത്. ഞാനാണെങ്കിൽ ആളുടെയൊക്കെ മേത്ത് കയറ്റി ഓടിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസമുള്ളൂ. മുമ്പിൽ മറ്റേ ഈ KSRTC കാരൻ പോകുന്നുണ്ട്. ഇവന്മാരെ ഫുള്ള് ഓവർടേക്ക് ചെയ്യാം. റാഷ് ഡ്രൈവിങ് ചെയ്യണമെന്നാണ്. ഞാൻ പോട്ടെ, മുമ്പിൽ നിന്ന് ബസ് പറഞ്ഞു. ഇവന്മാരും ഓവർടേക്ക് ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മളിത് ഫുള്ള് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യണു. എന്ത് കൂളായിട്ടാണ് പോണ്. അയ്യോ എൻ്റെ അമ്മച്ചി, നന്നായിട്ട് പോകേണ്ട നന്നായിട്ട് പോയ വണ്ടിയായിരുന്നു. നേരെ അപ്പുറത്ത് വീട്ടിൽ പോയി താഴ്ത്തി എന്ന് വെച്ച് ആ KSRTC കാരൻ ഞാൻ വെട്ടിക്കാതിരിക്കില്ല. ആളെനിക്ക് വെട്ടിക്കണം. അയ്യോ ഈ വണ്ടിക്കാരനെ സാധനം പറയും കിട്ടും. ഓക്കെ, മുമ്പിൽ ബസ്സുകാരനുണ്ട് കേട്ടോ.
നമുക്ക് ആൾക്ക് സൈഡ് കൊടുക്കാം. ഞാൻ ഈ ബസ്സിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ആ ബാക്കിലത്തെ ബസ് തരണില്ലേ, നിങ്ങൾക്ക് മിററിൻ്റെ അവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ ഓവർടേക്കണം. അവിടെ ബസ്സുകാരെ താൻ കയറി പോവല്ലേ, നമ്മൾ കയറിപ്പോട്ടെ. ഓക്കെ, അവിടെ 2 ബസ്സുകാർ ഇടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടില്ല, അവന്മാരെ റിവേഴ്സ് കൊടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ആ KSRTC കാരനെ പിടിക്കണം. ആളെവിടെ ദൂരെ വരെ, അവന്മാരെവിടെ പോകാനാ, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. മാറ ബസ്സുകാരെ. KSRTC ആണ്, ഞാനൊന്നും പറയുന്നില്ലേ. കുഴപ്പമില്ല, നമുക്ക് KSRTC കാരനെ ഓവർടേക്ക് ചെയ്യാം. ഓ, ഇവിടെ ആക്സിഡൻ്റായി, അതുകൊണ്ട് എല്ലാ വണ്ടികളും വഴി നിർത്തിയിട്ടൊക്കെ. അണ്ണാ, ഇവന്മാരെ ഓവർടേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ മുന്നിൽ കയറി പോകാൻ പറ്റുള്ളൂ. ദേയാസു എക്സ്പ്രസ്സുകാരൻ ആളവിടെ ഇരുന്നോട്ടെ, വലിയ എക്സ്പ്രസ്സാന്ന് വിചാരം. എടാ മാർഷലേ, എനിക്ക് നാളെ ഇതേപോലത്തെ ഒരു വണ്ടി ഉണ്ട്, ഒരു മലബാർ. അതിന് ഓടിക്കാൻ പറ്റുമോ? ചേസ് ഓടിക്കട്ടെ. ചേസ് കുറച്ച് ദിവസമായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല, ഒരു വട്ടം ഓടിച്ചിട്ടുണ്ട്. അത് ശരിയാ, ചേസ് ഓടിക്കട്ടെ അടുത്ത വീഡിയോ. എൻ്റെ അമ്മച്ചി. ശരിയാണ്ണ, ഞാൻ അടുത്ത വീഡിയോ ഓടിക്കാം. ഈ ലാഗനെ ഇടയ്ക്കിടയ്ക്ക് ചതിച്ചുകൊണ്ടിരിക്കുകയാണോ അണ്ണാ? ലാഗി ഗെയിം പ്ലേയിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റണത്. എടാ, എന്നാലും ഈ ഗെയിം പൊളിയാ. എന്നാൽ കുഴപ്പമില്ല, ഞാൻ ചേസ് ഓടിക്കട്ടെ നാളെ വണ്ടി. ശരി. അല്ല, ഏത് ബസ്സാ? ഒരു KSRTC മലബാർ, അല്ലെങ്കിൽ വേറൊരു KSRTC ഉണ്ട്, ഇത് അതേപോലത്തെ ഒരു മലബാറാ. ആ വണ്ടിയാണോ? എന്നാൽ ഓടിക്കാം. അല്ലണ്ണ, ഇവിടെ ഫൈനൊന്നും കിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, പുതിയ മാപ്പിൽ വരും. പുതിയ മാപ്പൊക്കെ റിലീസാവുന്നുണ്ടോ? അല്ലാണ്ട് പിന്നെ എപ്പോഴും ഈ മാപ്പ് പിടിച്ചിട്ട് ഗെയിമേഴ്സിന് ഇപ്പോൾ ഉറക്കം അടിക്കില്ലേ, അതിൽ കൂടെ എടുത്ത് പോകാൻ പോവാ. അല്ല പിന്നെ സഹിക്കുന്നുണ്ടൊരു പരിധി. അയ്യോ അമ്മേ, അണഞ്ഞിപ്പോൾ അയാളെ എന്നിട്ട് സഹിപ്പിക്കുന്നത്. ശരി, എന്നാൽ വണ്ടിയോടെ നൈസായിട്ട് പെട്ട്. ഓക്കെ ഗൈസ്, ആ KSRTC കാരനില്ലേ, ആളെന്തൊക്കെ അവിടെ കാണിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്ക് എന്താണോ ബോധമില്ലാണ്ടായി, അതുകൊണ്ട് എൻ്റെ മേത്ത് കയറാൻ നോക്കണം. നമ്മളെന്തായാലും ആൾ ഇടിച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എടാ മാർഷലേ, എന്താണാ നീ എന്തായാലും ഇപ്പോൾ ഇവിടെ വെടിതിരിക്കല്ലേ, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്ക്. ശരി. ഓക്കെ, വണ്ടി നിർത്തണ. ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്, ഫോട്ടോ എടുക്ക്. ഓക്കെ, ഒരു പെടാ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഇത് മതിയടാ. അപ്പോൾ ഗൈസ്, ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും